മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കടുത്തുള്ള ഇരുമ്പിളിയം പ്രദേശത്താണ് ഈ ഭഗവതിമാരുടെ കഥയുള്ളത്. ഒന്ന് കണക്കറാവിലമ്മയും മറ്റൊന്ന് പറമ്പത്തുകാവിലമ്മയും. പരാശക്തിയും ഭദ്രകാളിയുമാണ് കണക്കറാവിലെ പ്രതിഷ്ഠകൾ. പ്രതിഷ്ഠ പൂർണ്ണമായും മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. എല്ലാ ദിവസവും ഭഗവതിക്ക് ഇഷ്ടപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ നേദ്യം വയ്ക്കണം. അങ്ങനെ പ്രത്യേകിച്ച് മന്ത്രോച്ചാരണങ്ങൾ ഉള്ള പൂജയൊന്നുമില്ല. തട്ടകത്തിലുള്ളവരുടെ എല്ലാം പ്രിയപ്പെട്ട അമ്മയായ കണക്കറാവിലമ്മയെ വന്ന് കാണും, പ്രാർത്ഥിക്കും. ഉത്സവത്തിന് കൂറയിട്ടാൽ പിന്നെ ഗംഭീര ആഘോഷമാണ്. മലബാറിലെ കാർഷിക ആഘോഷമായ ചവിട്ടുകളി അന്നു മുതൽ തുടങ്ങുകയാണ്. തികച്ചും കാർഷിക പാരമ്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഭഗവതിയാണ് കണക്കറാവിലമ്മ. ഇരുമ്പുളത്തുകാരുടെ ആശ്രയവും ശരണവുമാണ് കണക്കറാവിലമ്മ. നമ്മളുടെ പൂർവികർ പറഞ്ഞു കേട്ടുള്ളത് ഈ 7 ഭഗവതിമാര് തെക്ക് ഏതോ നാട്ടിൽ നിന്ന് ഈ വിധിമരം വാങ്ങി പോരുമ്പോഴാണ് അത്ര ഈ പറമ്പത്തുകാവിലമ്മ, കണക്കറാവിലമ്മ, കൊടിക്കുന്നത്തമ്മ, പറക്കുന്നത്തമ്മ, അരക്കലമ്മ, ചെറുക്ക ഭഗവതി അങ്ങനെയുള്ള ഭഗവതിമാർ ഒരുമിച്ച് വരുമ്പോഴാണ് അത്ര ഇവർ ഈ വഴിക്ക് വന്ന്, ഈ വഴി എന്ന് പറഞ്ഞാൽ ഈ ഭാരതപ്പുഴൻ്റെ തെക്ക് നടുവിലായിട്ട് നമ്മളുടെ ഈ ഇരുമ്പുളിയം പഞ്ചായത്തിൻ്റെ തെക്ക് ഭാഗത്താണ് ഈ 3 കൂടിയുള്ള പുഴ. തൂതപ്പുഴ ചെന്ന് കൂടുന്നതും ഭാരതപ്പുഴ അവിടെ നിന്ന് വരുന്നതും അതാണ് ഈ ജംഗ്ഷൻ. അവിടെ ആ വഴിക്കാണ് ഈ ഭഗവതിമാർ വന്നിട്ടുള്ളത്. വരുന്ന വഴിക്കാണ് ഈ പറഞ്ഞു കൊടിക്കുന്നത്തമ്മ അങ്ങോട്ട് പോയി കിഴക്കോട്ട് പോയി. ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് പോന്നു, പറമ്പത്തുകാവിലമ്മയും കണക്കറാവിലമ്മയും. അപ്പോൾ ഇവർ വരുന്ന വഴിക്കാണ് ഈ കോളനിയിലുള്ള ഹരിജൻ കോളനിയിലുള്ള ഈ പുരാതനമായിട്ട് പറഞ്ഞാൽ തിരണ്ട് കല്യാണം, അങ്ങനൊരു നമ്മളെ ഈ ഹിന്ദു സമുദായത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഹരിജൻസിലൊക്കെ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ 14 ദിവസം വേറെ ഇരുത്തി കുട്ടീനെ വേറെ ഇരുത്തിയിട്ട് അതിൻ്റെ ആചാരം എന്നുള്ള നിലയ്ക്ക് പാട്ടും കൊട്ടും കളിയൊക്കെ ആയിട്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ കൃഷി സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ പാടത്ത് ഈ കൊയ്ത്തമീൻ എന്നൊരു സാധനമുണ്ട്. ആ സാധനം പെറുക്കി പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ കൊയ്ത്തൻ്റെ ചാറും മഞ്ഞൾ കൂട്ടിയിട്ട് ചോറും വെച്ച് ഉണ്ടാക്കിയിട്ട് അതാണ് ഇപ്പോൾ ഈ കല്യാണത്തിന് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അത് വരുന്ന വഴിക്കാണ് ഇവരിത് കാണുന്നത്. അപ്പോൾ ആ ഇവിടുത്തെ പ്രാധാന്യം കണ്ടിട്ട് ഭഗവതി ഇവിടെ കൂടിയെന്നാണ്. അപ്പോൾ അവിടെ ഒരു തറവാട് എന്നുള്ള നിലയ്ക്ക് പതിയാട്ടിൽ തറവാട്ടിൽ ഭഗവതി കൂടിയിരുന്നു. അത് കണ്ടിട്ട് കൂടെ ഈ ഹരിജൻസിൻ്റെ പാട്ടും കളിയും കണ്ടിട്ട് ഭഗവതി ഇവിടെ നിലനിന്നു. അങ്ങനെ ഭഗവതി ഇരുന്ന സമയത്ത് ആണത്ര ഈ പതിയാട്ടിൽ തറവാട്ടിൽ എന്തൊക്കെ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ജ്യോത്സ്യനെ കണ്ട് പറഞ്ഞ് ചോദിച്ചപ്പോൾ അങ്ങനെ ഈ തറവാട്ടിൽ കൂടിയിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി വേറൊരു സ്ഥലം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇരിക്കുന്ന സമയത്താണ് ഈ പാട്ടും കളിയും കണ്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവതിയുടെ സാന്നിധ്യം അവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അവിടുന്ന് പിന്നെ ഈ ഹരിജൻസിൻ്റെ സാന്നിധ്യമായി അവിടെ. അപ്പോൾ അവരുടെ പാട്ടും കളിയും അതുകൊണ്ടാണ് മഞ്ഞക്കുറി, ഇവിടെ മഞ്ഞക്കുറിയാണ്. അപ്പോൾ ഈ മഞ്ഞച്ചോറും ഈ കൊയ്ത്തച്ചാറും വെച്ചിട്ടുള്ള ഭക്ഷണം, ആ ഭക്ഷണം ഇവർക്ക് കൊടുത്തിരുന്നത് കല്യാണ സമയത്ത്. അതാണ് ഇവിടെ മഞ്ഞക്കുറി വരാൻ കാരണം. അങ്ങനെ മറ്റേ പറമ്പത്തുകാവിലമ്മ അങ്ങോട്ടും പോയി നീ എന്നെ കാണണ്ട, എനിക്ക് നിന്നെ കാണണ്ട, നീ എന്നെയും കാണണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരുന്നു ഭഗവതി. അപ്പോൾ ആ തീണ്ടപ്പെട്ട ആ അവസ്ഥ കാരണം ഞാൻ ഈ നിന്നെ കാണാൻ വരുന്നില്ല, നീ എന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ അവസ്ഥയിൽ അവർ പറമ്പത്തുകാവിൽ ആ കുന്നിൻ്റെ മുകളിൽ ചെന്നിരുന്നതാണ്. പറമ്പൊത്തകാവാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒപ്പം സഞ്ചരിച്ചവരൊക്കെ അവരുടെ വഴി തിരഞ്ഞെടുത്ത് ഓരോ സ്ഥലത്തേക്ക് പോയി. ഓരോ തട്ടകങ്ങളുടെ ഭഗവതിയായി. ഒരു ഭഗവതി നടന്ന് പിണങ്ങി കണക്കറാവിലമ്മയ്ക്ക് എതിരായി പുറംതിരിഞ്ഞ് ഒരു പറമ്പൊത്ത കാവിൽ ഭഗവതിയായിരുന്നു. അങ്ങനെ പറമ്പത്തുകാവ് ഭഗവതിയായി. പറമ്പത്തുകാവിലമ്മയുടെ ഉത്സവം അതിഗംഭീരമാണ്. എന്നാൽ വെടിക്കെട്ടും ആനയുമില്ലാത്ത പൂരമാണ്. പൂരത്തിന് ആന വന്നാൽ പാതാളത്തിലേക്ക് താണുപോകുമെന്നാണ് ഇന്നാട്ടുകാർ വിശ്വസിക്കുന്നത്. എങ്കിലും ഐതിഹ്യങ്ങളിൽ വ്യക്തമാകാത്ത ഒരു കഥ കൂടി ഇവിടുണ്ട്. കൊടുങ്ങല്ലൂർ ഭരണിക്ക് നോമ്പും നോറ്റ് കേരളത്തിലെ എല്ലാ ദിക്കിൽ നിന്നും ആളെത്തുമ്പോൾ ഈ പ്രദേശത്ത് നിന്ന് ആരും പോകാറില്ല. അതിനും പല പല ഐതിഹ്യങ്ങൾ പറയാനുണ്ടാകും. ആ ഐതിഹ്യങ്ങളൊക്കെ ഇപ്പോഴും കൈമാറി സഞ്ചരിക്കുന്നുണ്ട് ഇവിടെ. ഈ ഐതിഹ്യകഥ വടക്കൻ പാട്ട് പോലെ മനോഹരമായി വായ്മൊഴിയിലൂടെ കൈമാറ്റം ചെയ്തു കിട്ടിയതാണ്. ശരിതെറ്റുകളും വേറെ കഥകളും ഉണ്ടാകാം. നിങ്ങൾക്കറിയാവുന്ന കഥകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുമല്ലോ.